ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറിവേളിയിലേക്ക് സ്വാഗതം. ഇതിപ്പോ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെള്ള കടലക്കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവാറില്ലേ? നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ് നമുക്ക് ഹോട്ടലിൽ കഴിക്കുമ്പോൾ തോന്നാറുണ്ട്. അതേ ടേസ്റ്റിലുള്ള ഒരു വെള്ള കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തക്കോലം, 2 കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഏലക്കായ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തോലൊക്കെ വെച്ചത് ഞാൻ കുരു കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്. ഈ ബേ ലീഫ് ഉണ്ടെങ്കിൽ ചേർത്താൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ ഒന്ന് അടിച്ചു വെച്ചതാണത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ എപ്പോഴും പറയാറുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മള് ഒരു കുക്കർ എടുക്കുക. ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടല അരിക്കിട്ട് കൊടുക്കുക. ഈ വെള്ളമൊക്കെ മതിയിരിക്കെ. എന്നിട്ട് നമ്മൾ ഉപ്പ് എടുത്ത് വെച്ചിട്ടില്ലേ, അതില് കുറച്ച് ഉപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി ഉപ്പൊക്കെ 2 സ്പൂൺ ഉപ്പിന് ഒരു 1/2 സ്പൂൺ ഉപ്പ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ബാക്കി ഉപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടല പൊന്തി മേപ്പെട്ട് പോകാതിരിക്കാൻ വെള്ളമൊക്കെ കുറവ് ഒഴിച്ചിട്ടുണ്ടല്ലോ കുക്കറിൽ. ഇത് എപ്പോഴും എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്നിട്ട് കുക്കറാക്കി കൊടുക്കുക. ഒരു 5 വിസിൽ വരട്ടെ. ഈ വിസിലൊക്കെ ഇപ്പോൾ കടല വേവറതൊക്കെ നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ, എത്ര വിസിൽ അടിച്ചാലാണോ കടല വേവറൊക്കെ അതിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണൊക്കെ മാറ്റാം. നമുക്ക് കടല നന്നായി വെന്ത് കിട്ടണം. അപ്പം ഞാനൊരു 5 വിസിലാണ് ഇതിലടിക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്നുകൂടി കത്തിക്കാം. എന്നിട്ട് ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തം ചൂടുവെള്ളമായിരിക്കണം ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻ വെച്ചു, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. നാളികേരത്തിന്റെ കൂടെ 1 സ്പൂൺ പെരുംജീരകം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നിരുന്നു. അപ്പോൾ ആ 1 സ്പൂൺ പെരുംജീരകവും നാളികേരം കൂടി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസിന്റെ സിമ്മിലായിരുന്നു വെച്ചത്, അതൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഒരുപാട് ചോക്ക വറുത്തൊന്നും വേണ്ട, ഒന്ന് നാളികേരം ഒന്ന് ചൂടാവണം, അത്രേ ആവശ്യമുള്ളൂ. പെരുംജീരകം ചേർക്കുമ്പോൾ തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ നന്നായിട്ട് ഒന്ന് ചൂടാവും, അത്രേ ഉള്ളൂ. കളറ് മാറേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും മതി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച കാഷ്നട്ട് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച ഈ മുളക് പൊടി, ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചു, അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കണം, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പൊടികൾ ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇതൊന്ന് ഇതിലേക്ക് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. നാളികേരം, പെരുംജീരകം, കാഷ്നട്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കുക്കർ കടന്ന് കടല വേവട്ടെ. മതി. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ കടല കുക്കറിലിട്ടത് വെന്തു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ
എടുത്ത് വെച്ച നാളികേരല്ലേ അത് അരച്ച് കൊടുന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേറൊരു പാൻ വെച്ചു. പാൻ ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ എണ്ണ ഒഴിക്കുന്നതിന് പകരം നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് ഇല്ലേ അതിട്ട് കൊടുക്കുക. ലീഫ് ഒന്ന് രണ്ടാക്കി മുറിക്കുക. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പാനൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ക്രഷ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കൊടുക്കുക. ഇഞ്ചി അല്ലാത്ത സവാള അറിയാതെ ഇഞ്ചി എന്ന് പറഞ്ഞത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ സവാള വേഗം വാടി കിട്ടും. ഇങ്ങനെ സവാള ചെയ്യുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഗ്യാസ് സിം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച 2 പച്ചമുളകില്ലേ ചെറുതായിട്ട് അരിഞ്ഞത് അത് നോക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് നമ്മളതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച ഈ ഉപ്പില്ലേ ബാക്കി ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉള്ളിക്ക് തക്കാളിക്ക് വേണ്ടി എടുത്ത് വെച്ച ഉപ്പാണ്. കടലയിലുള്ള ഉപ്പ് നമ്മൾ കടല വേവിക്കുമ്പോൾ ഇട്ടിരുന്നു. ഗ്യാസ് സിമ്മിലാണ്. ഇനി അത് കൂട്ടി കൊടുക്കുക. ഉള്ളിയുടെ പച്ചമണം വരെ നമ്മളൊന്ന് മാറ്റണം. ഉള്ളി ഏകദേശമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ച് കൊടുക്കുക. ഒരു നമ്മൾ തക്കാളി ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മിക്സറിനകത്ത് നമ്മളൊന്ന് കറക്കിയിട്ടതായിരുന്നു. ഉള്ളിയുടെ പച്ചമണം പോയിരുന്നു. നമ്മളിപ്പോൾ ആ തക്കാളി മിക്സർ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയില്ലേ ആ തക്കാളി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഗ്യാസ് ഇപ്പോൾ സിമ്മിലായിരുന്നു. ഇനി ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ തക്കാളി ഇട്ടിട്ട് തക്കാളിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. അതുവരെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി പച്ചമണം മാറി ഇപ്പം നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച ഈ മഞ്ഞൾപ്പൊടി ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലേശം വെള്ളം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടാക്കി വെച്ച വെള്ളമാണ്. എപ്പോഴും നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം പുറത്തെ ഗ്യാസിൽ ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ പച്ചവെള്ളം ഏത് കറിയിലേക്ക് ഒഴിച്ചാലും അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അതുകൊണ്ടാണ്. അതിൻ്റെ പച്ചമണം മാറി ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്യാസ് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടല ഇട്ട് നോക്കുക. നന്നായി വെന്തിട്ടുണ്ട്. ഇങ്ങനെ വേവണം കടല. എന്താ കടല നോക്കൂ. എന്താ അങ്ങനെ ഉടയണത്. ഇതുപോലെ കടല വേവണം. എന്നാൽ വെന്ത ഉടഞ്ഞ് ഇതിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഉടഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഇറക്കി കൊടുത്തു. ഇനിയിപ്പോൾ 2 മിനിറ്റ് നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഈ മസാലയും കടലയൊക്കെ കൂടിയിട്ടൊന്ന് മിക്സിങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ അടച്ചു വെച്ചത് തുറന്ന് നോക്കണു. കണ്ട ഇപ്പോൾ കടലയുടെ കൂടെ ഇതൊക്കെ നല്ല മിക്സിങ് ആയിട്ടുണ്ട്. നമ്മൾ ചേർത്തിയ മസാലകളൊക്കെ. ഇനി ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചില്ലേ അത്
ഒഴിക്കുക. അരച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ എടുത്ത വെള്ളം ചൂടുവെള്ളമായിരുന്നു കേട്ടോ. ഗ്യാസ് സിമ്മിലാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കടലക്കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞ പോലെ ഹോട്ടലിൽ നിന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കഴിച്ച ഒരു ടേസ്റ്റ് ഈ കറിക്ക് വരുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ അരപ്പൊഴിച്ചതല്ലേ, ഇതൊന്ന് തള വരട്ടെ കേട്ടോ. അപ്പം ഇവിടെ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായി തള വന്നു. ഞാൻ ഗ്യാസ് സിമ്മിലാക്കി. ഇനി നമ്മൾ എടുത്തു വെച്ചില്ലേ ഈ കസ്തൂരി മേത്തി, ഇത് ഒന്നും കൂടി ഒന്ന് കൈവച്ച് നിരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ കടലക്കറി ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. ഇതിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം. പിന്നെ ഈ മല്ലിയില, കുറച്ച് മല്ലിയില ഇട്ടില്ല. ഇനിയിപ്പോൾ മല്ലിയില മാത്രമേ ഒഴിച്ചത് മതി. പിന്നെ നമ്മളിതിൽ കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് അരച്ച കാരണം കൊണ്ടാണ് ഞാനിതിൽ കടലയൊന്നും ചേർത്തി അരയ്ക്കാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ല എന്ന് വിചാരിച്ചിട്ടും ഈ കറി ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പൊ നമ്മള് വേവിച്ച് വെച്ച കടലയില്ലേ, അതിന് 2 സ്പൂൺ കടല എടുത്തിട്ട് നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ അതിൽ കൂടെ ചേർത്തി അരച്ചാൽ മതി. അതേ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ കാഷ്നട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ടേസ്റ്റും കൂട്ടും കാഷ്നട്ട് ആകുമ്പോൾ. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ നമ്മളെ സ്വാദിഷ്ടമായ വെള്ളക്കടല റെഡിയായി. ഇപ്പൊ നമ്മള് പുട്ടിന്റെ കൂടെ കഴിക്കാനാണ്. പുട്ടിന്റെ കൂടെ അല്ല, അതുപോലെ ചപ്പാത്തിയുടെ കൂടി നമുക്ക് കഴിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനെ ഒരു കടലക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ, ഇങ്ങനെ ഒരു കടലക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.